ഹായ്, ഞാൻ സുബിൻ. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങൾ ഇവിടുന്ന് മലേഷ്യക്ക് ഒരു ട്രിപ്പ് പോവാണ്, ഞാനും എൻ്റെ വൈഫും. അപ്പം ഞങ്ങൾക്ക് കുറച്ച് മുന്നേ, ഇതാണ് എൻ്റെ വൈഫ്, ലെസ്ലി എന്നാണ് പേര്. ഓക്കെ. അപ്പം ഞങ്ങൾ ഈ 22-ാം തീയതിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് കുറച്ചുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഒരു വ്ളോഗായിട്ടൊന്നും നിങ്ങളിത് കരുതരുത്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ 5 ദിവസത്തെ ട്രിപ്പാണ്. കൈരളി ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അവരിപ്പോൾ അത്യാവശ്യം ഫേമസ് ആണ്. അപ്പം 22-ന് പോയിട്ട് 22-ന് രാത്രിയാണ് ഫ്ലൈറ്റ്. 23-ന് പകൽ അവിടെ എത്തും. 23, 24, 25, 26. 26-ന് നൈറ്റ് അവിടുന്ന് തിരിച്ച് 27-ന് പുലർച്ചെ ഇവിടെ എത്തുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞങ്ങളൊരു പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. ഡ്രസ്സുകൾ, അതുപോലെ തന്നെ മെഡിസിൻസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിനാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്. അപ്പം എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഒരുപാട് വീഡിയോസ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നതിന് മുന്നേ, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ആരും ബസ്സിന് പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം, അങ്ങനെ ആരും വീഡിയോ ഒന്നും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. കാരണം കോഴിക്കോട് നിന്ന് കരിപ്പൂർ വഴി മലേഷ്യക്ക് പോകുന്ന ആൾക്കാർ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂർ ബസ്, അതൊരു KSRTC ബസ് കയറുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ എയർപോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോ വിളിച്ച് തന്നെ പോകണം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തിരൂര് അതുപോലെ തന്നെ അതുപോലുള്ള ബസ്സുകൾ നിങ്ങൾക്ക് 7 മണി വരെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പാലക്കാട് ബസ്സുകളാണ് പിന്നെ ആ റൂട്ടിന് പോകുന്നത്. അപ്പോൾ ഏത് ബസ് കയറിയാലും നിങ്ങൾ ഇറങ്ങേണ്ടത് ഈ എയർപോർട്ട് ജംഗ്ഷനിലാണ്. എയർപോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാന്നുള്ള രീതിയിലാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകാൻ പറ്റും. പിന്നീട് നമുക്കിതിൻ്റെ അകത്ത് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കുറച്ച് മെഡിസിൻസ് വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വേറെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ബസ്സിൽ പോകുന്ന ആൾക്കാർ ഞങ്ങളെപ്പോലെ തന്നെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 7 മണി വരെ ബസ് ഉണ്ടാവുള്ളൂ. 7 മണിയില്ല, ചിലപ്പോൾ 6:30 വരെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ബസ്സുകൾ കുറവായിരിക്കും. പാലക്കാട് ബസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ഒരു 12 മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ് എങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പേ നിങ്ങൾക്ക് അവിടെ എത്തണമെങ്കിൽ ശരിക്കും നിങ്ങളൊരു 9 മണിക്ക് അവിടെ എത്തണം. അങ്ങനെ പോകേണ്ട ആൾക്കൊരു 6 മണിക്ക് 6:30 ഇവിടുന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു വിചാരിച്ച ടൈമിന് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. കാരണം ബസ് ചിലപ്പം ലേറ്റ് ആവുകയാണെങ്കിൽ, ഇൻ കേസ് ലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പം 6:30-ൻ്റെ ബസ് ചിലപ്പോൾ 7:30-ക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ 7:30-ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 1 hour എന്തായാലും ഇവിടുന്ന് എടുക്കും അവിടെ എത്താനായിട്ട്. അപ്പം ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ കറക്റ്റ് എത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വിശദമായിട്ട് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് മെഡിസിൻസ് വാങ്ങി കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് അലർജി പോലുള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ, പിന്നെ പനി അല്ലെങ്കിൽ വേദന എന്തെങ്കിലും വരികയാണെങ്കിൽ, അതുപോലെ വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഡോക്ടറെ കാണിക്കുന്ന പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മളത് ഇവിടുന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഇത് ഞാൻ എയർപോർട്ടിൽ ഇടാൻ വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ്. വൈഫ് സജസ്റ്റ് ചെയ്തായിരുന്നു. കോഡ് എന്നാണ് ഇതിൻ്റെ പേര്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത് എയർപോർട്ടിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എനിക്ക് ഭയങ്കര തണുപ്പുണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള AC-യും അതുപോലെ തന്നെ എല്ലാ തണുപ്പും കൂടിയും പറ്റില്ല. ഇത് പക്ഷേ നല്ലതായിരിക്കും, അതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഞാൻ ഒരു 3-4 ടീഷർട്ട്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ജീൻസ്, പിന്നെ 2 ജീൻസ്, ഒരു ബ്ലാക്ക് ഒരു ബ്ലൂ ജീൻസ്, പിന്നെ അതുപോലെ തന്നെ വേറൊരു ഷോർട്ട്സും എടുത്തിരിക്കുന്നത് റൂംസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്.
യാത്രയ്ക്ക് പോകുന്ന ആൾക്കാർ അത്യാവശ്യമായിട്ട് വാങ്ങി വെക്കേണ്ട സാധനമാണ് ഈ ഒരു സാധനം. ഇത് യൂണിവേഴ്സൽ അഡാപ്റ്ററാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കൺട്രീസിൽ പോകുമ്പോഴും നമ്മളിവിടുത്തെ പ്ലഗ് ആയിരിക്കില്ല അവിടുത്തെ പ്ലഗ്. അപ്പോൾ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ ചിലപ്പം നമ്മുടെ കയ്യിലുള്ള ചാർജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളായിക്കോട്ടെ അതവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിറ്റൊന്ന് വാങ്ങിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരിക്കലും എടുക്കാതെ ഒരാളും എവിടെയും പോകരുത്, നമ്മൾ കഷ്ടപ്പെടും. ഇതൊരു ഷവർ കിറ്റാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സോപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫേസ് വാഷ് ഉണ്ടാവും, പിന്നെ നമുക്ക് ബോഡി ലോഷന്, അങ്ങനെയുള്ളൊരു കിറ്റാണ് ഇത്. ജസ്റ്റ് ഞങ്ങൾ വാങ്ങിയെന്നേ ഉള്ളൂ. കാരണം ഇത് നമുക്ക് ചെറിയ പൈസക്കൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടാവുന്നതാണ്. കാരണം നമുക്ക് അവിടെ പോകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു 4 സാധനങ്ങളാണ് ഒരു കിറ്റ് ഒന്നായിട്ട് നമുക്ക് കിട്ടും. കാരണം നമുക്ക് 100 ml ഉള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഹായ്, അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങാണ്. നമ്മളിതാ ബാക്കൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ ബാക്ക് 7 കിലോൻ്റെ താഴത്താണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് വൈഫിൻ്റെത്. ഇത് ഏകദേശം കുറച്ചധികം വെയിറ്റ് ഉണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഷെയർ ചെയ്യാം. ഞങ്ങൾ കൂടുതൽ ഓട്ടോയ്ക്ക് പിടിച്ചിട്ടാണ് പോകാൻ നോക്കുന്നത് KSRTC സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അത് പിടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ശേഷം ഏത് ബസ്സാണ് കയറുന്നതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ സമയത്ത് ബസ്സുകൾ ഉണ്ടെന്നും എവിടെയാണ് ഇറങ്ങുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് പോയിട്ട് വരാം. എയർപോർട്ട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ KSRTC ബസ്സിലാണ് വന്നിരിക്കുന്നത്. കാണിച്ചു തരാം.
ടോട്ടല് എല്ലാം കൂടി 70 രൂപ നമുക്ക് ഓട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക്, അവിടുന്ന് 70 രൂപ നമുക്ക് ഇവിടെ എയർപോർട്ട് ജംഗ്ഷനിലേക്ക്, അവിടുന്ന് 70 രൂപ എയർപോർട്ടിലേക്ക്, ഒക്കെ 70, ഫുൾ 70. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 210 രൂപ ടോട്ടല്. ഇനി ബാക്കി ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ എത്തരാം. കുറച്ച് വീഡിയോസ് ഞാൻ വേറെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഹായ്, ഞങ്ങളിപ്പോൾ എയർപോർട്ടിനകത്ത് കയറി. കുറച്ച് സെക്യൂരിറ്റി ചെക്കിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഞങ്ങളുടെ ബാഗ് ഒരാളേൽ 7.5 കിലോയും ഞങ്ങളേത് എൻ്റേതൊരു 6 സംതിങ് ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ എക്സ്ചേഞ്ച് കറക്റ്റൊക്കെയാണ് മാറിയത്. ഞങ്ങൾ മാറ്റി കറക്റ്റ് കിട്ടി. പക്ഷെ കറക്റ്റ് 7 കിലോ ആയിരുന്നു 2 പേരും. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് സെക്യൂരിറ്റി ചെക്കിങ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ വന്നിരിക്കുകയാണ്. ജസ്റ്റ് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി നോക്കുന്നു കഴിക്കും. അങ്ങനെ പോയിരിക്കാൻ ഞങ്ങൾക്ക് ഇനി ഒരു 2 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആളുണ്ട്. കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് ഞങ്ങൾ കുറച്ചും കൂടി എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഞങ്ങൾ മലേഷ്യയിലെത്തി. നമുക്ക് ഫ്ലൈറ്റിൽ കയറുന്ന വീഡിയോയും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഞങ്ങളുടെ സീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോ സൈഡ് ആയിരുന്നില്ല, നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള സീറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഒരേ റോയിൽ തന്നെയായിരുന്നു. നമുക്ക് നമ്മുടെ ഈ ഫസ്റ്റിലെ 2 സീറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് വിൻഡോ സൈഡ് കിട്ടിയില്ല. അതുകൊണ്ട് ലാൻഡിങ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, ഇപ്പുറത്തെ സൈഡിലുള്ള ഒരാൾ ഇല്ലാത്തത് കാരണം അവൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് ഒരുമിച്ച് തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റി. പക്ഷേ സീറ്റ് അങ്ങനെയായിരുന്നു. നമുക്ക് വരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്യാനായിട്ടൊരു ഗൈഡ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ നമുക്ക് വണ്ടി എത്തിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിലേക്കാണ് പോകാനാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തത്തുള്ളൂ. ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ് ഫ്രഷപ്പ് ആവാൻ വേണ്ടി പോവാണ്. ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മൾ ഹോട്ടലിലേക്ക് നമ്മളിതാ ഇതേപോലെ ഫാമിലി മാർട്ടൊക്കെയുള്ള അവിടെ നിന്ന് KK മാർട്ടൊക്കെ ഉണ്ട് എയർപോർട്ടിൽ തന്നെ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോൾഡ് കോഫിയൊക്കെ അത്രയ്ക്കേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. ഇനി ഫ്ലൈറ്റിലത്തെ ഫുഡും ഇതും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നല്ലപോലെ ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് ടൈം കിട്ടുള്ളൂ. നമ്മുടെ ഈ ഒരു ടീമിൻ്റെ ഒപ്പമാണ് നമ്മൾ പോകുന്നത്. അവരെ പുറകെ നമ്മൾ പോവുകയാണ്. ഞങ്ങളങ്ങനെ ബസ് കയറിയിരിക്കുകയാണ്. ഇനി ഈ ബസ്സിലാണ് ഞങ്ങളുടെ ഈ 3 ദിവസത്തേക്കുള്ള എല്ലാ യാത്രയും. ഞങ്ങൾക്ക് എയർപോർട്ടിലെത്തിയ സമയത്ത് ഞങ്ങളെ പിക്ക് ചെയ്തത് ഒരു ലേഡി ഗൈഡായിരുന്നു. അതിനുശേഷം ഇപ്പം ബസ്സിന് ഞങ്ങൾക്കൊപ്പം ഉള്ളത് ഒരു മലേഷ്യൻ തമിഴ് ഗൈഡാണ്. അപ്പോൾ അവരാണ് ഞങ്ങൾ ഇനി ഉള്ള 3 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടാവാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കൊണ്ടുപോകും. അതിനുശേഷം ഫ്രഷപ്പ് ആവുള്ളത് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം എയർപോർട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ ആ ഒരു ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ.
ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഓരോ കൂപ്പൺ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂപ്പൺ വെച്ചിട്ടാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഫുഡ് കഴിക്കേണ്ടത്. ഞങ്ങളതിന് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡുകളാണ്. ഇപ്പോൾ മാംഗോ റെസ്റ്റോറൻറ്റ് മറ്റോ റെസ്റ്റോറൻ്റാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മലയാളി ഹോട്ടലാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പം ഫ്രഷപ്പ് ഉള്ള ഹോട്ടലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്ക് ഗൈഡ് ഇവിടുന്ന് ഓരോ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അതായത് നമുക്ക് എവിടെ നിന്ന് ഫുഡ് കഴിക്കണം, എന്ത് ഫുഡ് കഴിക്കണം, ഇവിടെ എന്തൊക്കെയാണ്, ഇവിടുത്തെ വെറൈറ്റി ഫുഡുകൾ എന്തൊക്കെയാണ്, നമ്മുടെ അടുത്തുള്ള ഹോട്ടലുകൾ ഏതൊക്കെയാണ്, നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത് ഏതാണ്. പക്ഷേ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാതെ പുറത്തുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം മലേഷ്യയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുസിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യണം. ഞങ്ങളത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. Try local food. Okay, something different. Okay, because Malaysia is multi-racial and multi-religious country. Okay, different race, different religion, different kind of food. Okay, like the Malays, they go for most of the food their food is sweet. Okay, Chinese, they go for noodles, fried rice, and mama. This Indian Muslim restaurant mostly 24 hours. Okay, so far where the other countries I visited, there are no restaurant after 8 o'clock. Okay, in India after 8 o'clock cannot get rice. Okay, all people. You go to Nasi Kandar restaurant. Okay, then they ask white rice which one you want. There are a lot of dishes there. Then mix the curries. Let them know, no beef curry. Then they won't add the beef curry. Then only they add other curries. Okay? The side dishes, there are chicken, fried chicken, chicken masala, Indian chicken. Okay? So on. Side dishes. Then on. Also some vegetable. Then you try it. So very different. Okay? When you start, you can try. Okay? Okay, sir. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഫ്രഷപ്പ് ആവാനുള്ള ഹോട്ടലിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടുന്ന് ഫ്രഷപ്പായിട്ട് നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറുണ്ട് ഫ്രഷപ്പ് ആവുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ ഹോട്ടൽ ചെക്കിൻ വരുന്നത് 2 മണിക്ക് ആ സമയത്തൊക്കെയാണ്. അപ്പോൾ വെളി ചെക്കിനൂടെ ഇല്ല. നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള റൂമിൻ്റെ കീ ആണിത്. 5th ഫ്ലോറിലാണ് റൂം വരുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ്, ഞങ്ങൾക്ക് ഫ്രഷപ്പിന് വന്നിരിക്കുന്ന റൂമാണിത്. കുഴപ്പമില്ല, ഒരു ചെറിയ റൂമാണ്. ഫ്രഷപ്പിന് വേണ്ടി മാത്രമുള്ള ജസ്റ്റ് ഒരു കിങ് സൈസ് ബെഡുണ്ട്. പിന്നെ ജസ്റ്റ് ഫോണ്, പിന്നെ ഈ എല്ലാവരും ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ആപ്പിളും ഓറഞ്ചും ഒക്കെ ഉണ്ട്. ഇത് എടുക്കാൻ പറ്റുമോ അറിയില്ല. ഞാൻ അതിന് ക്യാഷ് കൊടുക്കേണ്ടി വരും, അറിയാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ 2 കുപ്പി വെള്ളമുണ്ട്. ഇങ്ങനെയാണ് ഇതാണ് കീ അവരുടെ 5850A എന്നുണ്ട്. ഇതാണ് നമ്മൾ കീ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നു. പിന്നെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്. പിന്നെ ബാൽക്കണി പോലൊരു സംഭവം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വ്യൂ. ജസ്റ്റ് ഒരു ഒക്കേഷ് റൂമാണ്. ആ കൂടെ ഞങ്ങൾക്ക് ഇതിനകത്തൊരു പോരായ്മ തോന്നിയത് ഇതിൻ്റെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫ്ലഷ് അല്ല നമ്മുടെ അതെ ഫ്ലഷ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞൊരു ബാത്റൂമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളുടെ ഒറിജിനൽ ഹോട്ടലിലേക്ക്, അതായത് ഞങ്ങൾ ഇനി അടുത്ത 3 ദിവസം താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് ഞങ്ങൾ ഇനിയാണ് ഷിഫ്റ്റ് ആവാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാം. ഞങ്ങൾ ബാഗൊക്കെ പോയിട്ട് താഴെ വെക്കണം. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് 2 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ തിരിച്ചെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 2 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. ബാക്കി വിശേഷം അവിടെ നിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ചുറ്റുപാടൊന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ അടിപൊളി വണ്ടികളൊക്കെയാണ് ഉള്ളത്. ഇതൊരു MVP ആണ്. മസ്തയുടെ ഒക്കെ വണ്ടിയുണ്ട് ഇവിടെ. മസ്ത നമ്മുടെ നാട്ടിലില്ലാത്ത കമ്പനികളുടെ വണ്ടികളൊക്കെ ഉണ്ട്. ഹോസ്പിറ്റൽ
പ്ലാറ്റിനം നസാസ് ഫുഡ്, പഴയ കാറുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പള്ളി ടൈം ആയതായിരിക്കും, പള്ളി ടൈം ആയിരിക്കും. ലെസ്ലി എങ്ങോട്ടാ പോന്നേ? മരം ഉണ്ട് കേട്ടോ, വീഴരുത്. വെള്ളിയാഴ്ചയാണ് ഗൈസ്, ഇവിടെ എല്ലാം പള്ളി ടൈം ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ്. വലിയ വലിയ കമ്പനിയുടെ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലില്ലാത്ത കമ്പനികളൊക്കെ ഉണ്ട്. നാട്ടിലുള്ള കമ്പനി ഉണ്ട്, ഹോണ്ടയൊക്കെ ഉണ്ട്, പ്രോട്ടോൺ, ടയോട്ടയുടെ ഇന്നോവ, ടയോട്ട ഇന്നോവ, ചേക്കോ എന്ന കമ്പനി. അതിന്റെ തമിഴിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനിയ പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. ഇവ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഒരു സ്ഥലത്തിന്റെ പേര് കണ്ടോ, കുരങ്ങൻ ലാച്ചു. അതിന്റെ താഴെ തന്നെ ഒരു കുരങ്ങായിരിക്കുന്നു. ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ മാത്രമല്ല എൻ്റെ വൈഫും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അവളാണ് എൻ്റെ പറഞ്ഞത്, ഇവരുടെ ഭാഷ ഇവർ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വായിക്കാനും ഒക്കെ പറ്റത്. അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്, കണ്ടാൽ മതി. അവിടെ എക്സ്ക്ലൂസീവ് എന്ന് എഴുതി വെച്ചത് അവരുടെ ഭാഷയിലാണെന്ന് തോന്നുന്നു. പെൻയെ ചുഖാൻ എക്സ്ക്ലൂസീവ് BC എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇംഗ്ലീഷിലല്ല എഴുതി വെച്ചിരിക്കുന്നത്, ഇംഗ്ലീഷ് ലെറ്ററിൽ അവരുടെ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ മംഗ്ലീഷൊക്കെ എഴുതുന്ന പോലെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. ഇത് ഒരു സ്കൂളോ അങ്ങനെ തോന്നുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനാണ് തോന്നുന്നു. ഇവിടെ കുറേ വലിയ ബിൽഡിങ്ങുകളുണ്ട്. ഇത് ഭയങ്കര പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ഇതൊക്കെ വലിയ ബിൽഡിംഗ്. NIG എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് തോന്നുന്നു. തമിഴിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ് വംശജാതമാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഇവിടെ പൊളിഞ്ഞിറക്കുന്നുണ്ട്. Then the food street. Okay. And next, first we going to after the evening tour, we going to the Saloma Bridge and the Twin Tower. Okay. Then after that, around evening, we going to the night market, the food street. Okay, food street and the Bukit Bintang street, because the night is more colorful. Okay, the night evening tour. Okay, so we do. Then after the food street, we back to the bus and direct to the hotel. So by 9 PM we reach the അങ്ങനെ ഞങ്ങൾ റൂം കിട്ടി. 8-9 ആണ് ഞങ്ങൾ റൂം. ഞങ്ങളത് തന്നെ പോവാണ്. 8-10 8-10 8-10 യെസ് 8-9.
get a room. അങ്ങനെ നമ്മളെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. സി ബെഡ്, കസേര, 2 വാട്ടർ ഉണ്ട്. ആൻഡ് ഹിയർ ഈസ് വൈഫൈൻ്റെ സംഭവങ്ങളൊക്കെയാണ്. ഓവൻ ഉണ്ട്, നമുക്ക് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ. TV, ഫ്രിഡ്ജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തോന്നുന്നു ഫ്രിഡ്ജ് ഇതാണെന്ന്. യെസ്, ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിനകത്ത് ഒന്നുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. റൂമിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾ പെട്രോണസ് ടവർ, ട്വിൻ ടവർ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. കാരണം നമുക്ക് അധികം സമയമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 3:30-4 മണി സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്രോണസ് ട്വിൻ ടവറിലേക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ് സംഭവം, നമുക്ക് മുമ്പ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് പെട്രോണസ് ട്വിൻ ടവർ. നമ്മൾ കാണുന്ന പോലെ നല്ല വലുപ്പമുണ്ട്. നമുക്ക് അതിൻ്റെ അടിയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മളിപ്പോൾ സലോമ ബ്രിഡ്ജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സലോമ. നമ്മുടെ നാട്ടിലൊക്കെ മാവ് പൂട്ടും. ഓ, ഇത് ഇവിടുത്തെ ഒരു സിമിട്രി ആണ് കേട്ടോ. അത് ലൈറ്റ് ഇട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ട്വിൻ ടവർ. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബാങ്കുകൾ, കാര്യങ്ങൾ, മലനിരകൾ കാണാം. ഒരു റിവറോ കനാലോ എന്തോ ഒഴുകി പോകുന്നത് കാണാം. ലൈറ്റുകളൊക്കെ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. അത് മറ്റേതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പവലിയൻ മാള്. മലേഷ്യയിലെ കോലാലംപൂരിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്നതായിട്ടുള്ള അങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു മാളാണ്. നമ്മളിപ്പോൾ ഇവിടേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ അവിടേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ജലൻ അലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
കെ സ്ട്രീറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളിലുള്ള അവിടുന്ന് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇതാണ് ആ വഴി. ഞങ്ങൾ നേരെ പോയി ഫുഡുകൾ കഴിക്കാനായിട്ട് നോക്കാൻ പോവുകയാണ്. മാംഗോ സ്റ്റിക്കി റൈസ്, അതുപോലെ തന്നെ മാംഗോ, പിന്നെ അതിൻ്റെതായിട്ടുള്ള ചക്ക, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളിത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡുറിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ റൂമിലോട്ടൊന്നും കയറ്റാൻ അനുവദിക്കില്ല. പക്ഷെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മുടെ ചക്ക പോലൊക്കെ ഉള്ള. നമ്മളിപ്പം ബുക്കിറ്റ് ബിന്താങ്ങിലെ ലുലൻ മോണോ റെയിലിൽ പോകാൻ പോവാണ്. ലാലുവൻ മോണോ റെയിൽ. ലൈവ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ടെസ്റ്റിൽ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? മോണോറെയിൽ വന്നിട്ട് പോകാനായിട്ട്. Stand clear. Doors closing. രണ്ടാമത്തെ ദിവസത്തേക്കുള്ള ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ്. ബാത്തു കേവ്സിൽ പോകണം. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് മാമ കഫേയിലേക്ക് വന്നിരിക്കണം. മാമ കഫേ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ നേരെ ബാത്തു കേവ്സിലേക്ക് പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഗൈഡ് പറഞ്ഞു അവിടെ തൈപ്പൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ തൈപ്പൂയം എന്ന് പറയുന്ന സെയിം സംഭവം തന്നെയാണ്. പക്ഷേ അവിടെ ഗംഭീര തിരക്കാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ഇനി ഞങ്ങൾ നേരെ ജെൻറ്റിങ് ഹൈലാൻഡിലേക്കാണ് പോകുന്നത്. ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാത്തു കേവ്സ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അവിടെ നല്ല തിരക്കാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബസ്സിൽ നിന്ന് ലോങ് ഷോട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണുമോ എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്കിനി ജെൻറ്റിങ് ഹൈലാൻഡിൽ വെച്ച് കാണാം. ജെൻറ്റിങ് ഹൈലാൻഡ്സിലേക്ക് നമ്മൾ പോകുന്നത് കേബിൾ കാർ വഴിയാണ്, കൊണ്ടോള വഴി.
അപ്പം നമുക്ക് 2 മാർഗം പോവാം. നമുക്ക് റോഡ് മാർഗം പോവാം, ഇതുവഴി പോവാം. ഇതൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടി രാവിലെ എത്തുന്നതായിരിക്കും ഇവിടെ ഏറ്റവും ബെറ്റർ. കാരണം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഇത് എന്താ പറയുക, കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കേബിൾ കാറിൽ പോകുന്നത്. അത് തന്നെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. നേരെ നമ്മൾ ജെന്നിങ് ഹൈലൈൻസിലേക്കല്ല പോകുന്നത്. നമ്മൾ അതിനിടയിൽ ഒരു സ്ഥലത്ത് നിർത്തുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസ് ടെമ്പിളാണ്. നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇവിടുന്ന് പോകുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അത് കണ്ടിട്ട് പോകുന്നതാണ് ബെറ്റർ. കാരണം തിരിച്ചു വരുന്ന സമയത്ത് ഗംഭീര തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതുപോലെ കേബിൾ കാർ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വരില്ല. കുറേ നേരം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നെന്ന് വരുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പോകുമ്പോൾ തന്നെ ആ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. മലേഷ്യ ഒരു മുസ്ലിം കൺട്രിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ 70% മലേഷ്യക്കാരും ബാക്കി 20% അവിടെ ഉള്ളത് ചൈനക്കാരാണ്. ചൈന എന്ന് പറയുന്നത് നമ്മൾ ചൈനീസ് സംസാരിക്കുന്ന ചൈനക്കാരല്ല. ചൈനയിൽ തന്നെ 2-3 വിഭാഗങ്ങളുണ്ട്. അതിൽ മാൻഡറിൻ സംസാരിക്കുന്ന ചൈനക്കാരാണ് ഇവിടെ മലേഷ്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ള 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ തന്നെ തമിഴ് സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചൈന ടെമ്പിളുകളും നമ്മുടെ എന്താ പറയുക മുരുകൻ ടെമ്പിൾ, അതുപോലെ തന്നെ ഹിന്ദു ദൈവങ്ങളുടെ ആരാധനകളും നമ്മളോട് ഒരുപാട് കാണാനുള്ള കാരണം. അപ്പം അങ്ങനെയുള്ളൊരു ചൈന ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ചൈനീസ് ടെമ്പിൾ. ചൈനീസ് ടെമ്പിൾ. താഴത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇത് റോഡ് മാർഗം വരാം. റോഡ് മാർഗം വന്നാലും ഇതവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ കേബിൾ കാർ വഴിയാണ് വന്നത്. നല്ല ഭംഗിയുണ്ട് ഈ അമ്പലം കാണാനായിട്ട്. ചൈനീസ് ടെമ്പിളാണത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 ചൈനീസ് ടെമ്പിൾ കാണുന്നു. അതിനകത്ത് ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുവപ്പ് നിറമായിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക. ഒരുപാട് ചുവന്ന കളറിലുള്ള പെയിൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ തൂക്കിയിട്ടിരിക്കുന്ന ബലൂൺസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരുപാട് ചുവപ്പ് കളറിലുള്ള സാധനങ്ങളാണ് ഒരുപാട് ഇവിടെ ഉണ്ടാവുക. അവിടെ വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ കാണാൻ നിങ്ങൾക്ക്. ബുദ്ധിസ്റ്റ് ടെമ്പിളാണിത്. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ. എന്താ അറിയില്ല, ഈ ഒരു മലയോര പ്രദേശം ആയതുകൊണ്ടായിരിക്കും നല്ല തണുപ്പുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്ത്. ഞങ്ങൾ വീണ്ടും ഗൊണ്ടോളയിൽ തന്നെ ജെന്നിങ് ഹൈലൈൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വേൾഡ് ഫസ്റ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ. ഏകദേശം 7351 റൂമുകളുള്ള 10-12 ലോബികളുള്ള 2 ടവറുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലാണിത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതായത് ഈ ജെന്നിങ് ഹൈലൈൻസിലേക്ക് വരുന്ന എത്രയോ ആൾക്കാർ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് 1-2 ദിവസം തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അപ്പം അവിടെ വരുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനും പറ്റും. ഹായ് ഗേയ്സ്, ഇതൊരു മായ ലോകമാണ് എൻ്റെ മുമ്പിലുള്ളത്. കാരണം ഇവിടെ ഇല്ലാതായിട്ടുള്ള ഒന്നുമില്ല. ഇവിടെ ഗെയിംസ് ഉണ്ട്, ബ്രാൻഡഡ് ഷോപ്പിങ്സ് ഉണ്ട്, കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. ഫുഡ് ഐറ്റംസ് എന്നറിയാനുണ്ട്. ഇതിവിടെ ചൂതാട്ട കേന്ദ്രമുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം. അതുകൊണ്ട് അത് പോട്ടെ. ബാക്കി നിങ്ങൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും എത്ര നേരം വേണമെങ്കിലും എൻജോയ് ചെയ്യാനുള്ള എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഒരുപാട് ഗെയിംസ് ഉണ്ട്. നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത ഫുഡാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി തെറ്റി പോകാതിരിക്കാതെ നോക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തപ്പോൾ ഒരു സിമ്മേ ഉണ്ടാവുള്ളൂ. ആ സിമ്മ് വെച്ചിട്ടേക്ക് നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു.
ഞങ്ങളിതാ ടോമിയം സൂപ്പ്, ഷ്രിമ്പ്, അതുപോലെ തന്നെ മാംഗോ സ്റ്റിക്കി റൈസ് വീണ്ടും വാങ്ങി. പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ, അയ്യോ പോക്കല്ലേ, ഒരു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സംഭവമാണിത്. നമ്മുടെ എന്താ പറയുക, ഷ്രിമ്പ്, അതുപോലെ തന്നെ ഡംപ്ലിംഗ് മോമോസ് പോലത്തെ ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ നേരെ ബാത്തു കേവ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ കേബിൾ കാർ വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇനി നമുക്ക് ബാത്തു കേവ്സ് വെച്ച് കാണാം. ഇതാണ് നമ്മുടെ ബാത്തു കേവ്, മുരുകൻ ടെമ്പിള്. ചിലർക്ക് അറിയണ്ടോ, നമ്മുടെ വില്ലേജ് അച്ഛൻ്റെ സിനിമയുടെ അകത്ത് അവൻ്റെ എൻട്രി ഉണ്ട്, വെയിലു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ. അത് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ വലിയ മുരുകൻ്റെ മുകളിൽ നിന്ന് പുള്ളിയുടെ എൻട്രി ഇവിടെ നിന്നാണ്. എനിക്ക് ആ രീതിയിലാണ് ഈ ടെമ്പിൾ ആദ്യമായിട്ട് അറിയുന്നത്. പിന്നെ ഇത് 2006 ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ടെമ്പിളാണ്. 28ാമത്തെ വർഷമാണ്. ഇന്ന് ഇവിടെ തൈപ്പൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 28. അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ടായിരുന്നു രാവിലെ. ഞങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റുമെന്നുള്ള സംശയമായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരക്ക് കുറവുണ്ട്. നിങ്ങൾക്ക് കാണാം 241 സ്റ്റെപ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതാണ് മുരുകൻ്റെ ടെമ്പിൾ. നിങ്ങൾ ആ മുരുകൻ്റെ പ്രതിമേൻ്റെ പുറകിൽ കാണുന്ന കളർഫുൾ ആയിട്ടുള്ളത് മൊത്തം സ്റ്റെപ്പുകളാണ്. 241 സ്റ്റെപ്പുകളുണ്ട്. അത് മൊത്തം കയറിയിട്ട് വേണം നമ്മളിങ്ങനെ മുരുകൻ്റെ ടെമ്പിളിൻ്റെ മുന്നിലെത്താൻ. അങ്ങനെ 241 സ്റ്റെപ്പുകൾ കയറി നമ്മളിപ്പോൾ മുരുകൻ ടെമ്പിളിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ബാത്തു കേവ്സ്. ഇവിടെ മുരുകൻ്റെ പ്രതിഷ്ഠയല്ലാതെ വേറെ മറ്റു ദൈവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. ഈ സൈഡിലൊക്കെ കാണുന്നത് മറ്റു ദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ്. നേരെ മുമ്പിൽ കാണുന്ന ആ കളർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പ് കയറിയിട്ട് വേണം മെയിൻ പ്രതിഷ്ഠേൻ്റെ മുമ്പിലെത്താനായിട്ട്. അതാണ് നമ്മുടെ മുരുകൻ്റെ കോവിൽ. അങ്ങനെ അമ്പലം സന്ദർശിച്ച് ഞങ്ങൾ നേരെ ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴോട്ട് പോവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കുരങ്ങിൻ്റെ ശല്യമാണ്. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ ശല്യം ചെയ്തിട്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സ്റ്റെപ്പുകൾ മൊത്തം ഇറങ്ങി ഞങ്ങൾ നേരെ താഴത്ത് ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം നേരെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണാം. അതിൻ്റെ ചില്ലി ഗ്ലാസ് ഉണ്ട്. കബാലി സിനിമ ഷൂട്ട് ചെയ്ത പ്ലേസാണിത്. അന്ന് രജനീകാന്ത് ഇരുന്ന കസേരയാണ് അവർ ആ ചില്ലിട്ടിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ വലിയ ഹോട്ടൽസ് ഒക്കെയാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. 85 നില, 85 നില. ദി ഫേസ്. ഹായ്, ഞങ്ങളങ്ങനെ പൂളിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹിച്ച് വന്നതാണ് ഈ പൂളിലേക്ക്. കാരണം ഞങ്ങളിത് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ വേണമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതന്നെ കിട്ടി. നല്ല തണുപ്പാണ് വെള്ളത്തിന്, ഞങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അതുപോലെ തന്നെ നമ്മുടെ പുറകിലൊക്കെ കാണുന്നത് കോലാലംപൂരിലെ ലാൻഡ് മാർക്കുകളാണ്. KL ടവർ, അതുപോലെ തന്നെ മെറഡക്ക, അതുപോലെ നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് KL ടവർ. അതിൻ്റെ പുറകിലായിട്ട് വയലറ്റ് പച്ച കളറിൽ കാണുന്നതാണ് മെറഡക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ഫേസ് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ 2 പൂളുണ്ട്. അതിൽ ഏറ്റവും വലിയ പൂളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ പ്ലാറ്റിനം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അതിവിടെയാണ് 2ാമത്തെ പൂൾ. ഓക്കെ, നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് അവിടെ. അതായത് ചൈന, ജപ്പാൻ, കൊറിയ,
അങ്ങനെ ഇത് വല്ലാത്തൊരു വണ്ടർഫുൾ. ഈ കാണുന്നതാണ് നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന പെട്രോണാസ് ട്വിൻ ടവർ. ഈ രാത്രി കാണാൻ നല്ല ഭംഗിയാണിത്, നമുക്ക് നല്ല വ്യൂ ആണ്. എല്ലാ ലാൻഡ്മാർക്കുകളും ഒരുമിച്ച് കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അതുപോലെ തന്നെ ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനും ഇടപഴകാനൊക്കെ പറ്റും. വളരെ ഭയങ്കര ഒരു റൊമാൻറ്റിക് ഒരു മൂഡാണ് ഇവിടെ. അതായത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത്രയും ഒരു നേരെ കാണുന്നുണ്ടല്ലേ, അത് അടുത്തൊരു പൂളാണ്. ഇവിടെ 2 പൂളുണ്ട് ഇതിൽ. ഇവിടെ നമുക്ക് 5 റിസപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് 5 ഭാഗങ്ങളാണ് നോക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് കിമിറോ എന്ന് പറഞ്ഞിട്ട് ഒരു റിസപ്ഷൻസ്, അവരാണ് ഇതിപ്പോൾ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ. ഇപ്പോൾ അവളുടെ തണുപ്പൊക്കെ പോയി തോന്നുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഇവിടുന്ന്. നമ്മളെ കൂടെ വന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്ത് കൊടുത്തു. ഒരു ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. നിങ്ങൾ എന്തായാലും വരുമ്പം ഈ ഹോട്ടൽ എടുക്കാൻ വേണ്ടി നോക്കണം. ഈ ഒരു ഇൻഫിനിറ്റി പൂൾ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ടവർ അല്ല പെട്രോണാസ് ട്വിൻ ടവർ. ടവർ അതിൻ്റെ അടുത്തുള്ളത് അതുപോലെ വലിയൊരു ഒരുവിധം എല്ലാ ലാൻഡ്മാർക്കും നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ പല കൺട്രീസിൽ നിന്നുള്ള പല ആളുകളുണ്ട്. China, Korea. They're all enjoying their time here. True Asia ആണ് മലേഷ്യ അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുവിധ ഏഷ്യൻ കൺട്രീസുള്ള എല്ലാ രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ മെട്രോ പിടിച്ചിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ ബുക്കിറ്റ് ബിന്താങ്ങിലേക്കാണ്. ഇവിടെ നമുക്ക് പവലിയൻ മാളിൽ നിന്ന് കയറണം. അവിടേക്ക് പോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ കാണുന്നത് മൊത്തം റോഡ് മുറിച്ചെടുക്കാനുള്ള ക്യൂ ആണ്. അപ്പം ഇത് മൊത്തം പവലിയൻ മാളിലേക്കും അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റിലേക്കുള്ള ആളുകളാണ്. അപ്പം ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls, while laughter echoes through the halls. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break.
അങ്ങനെ ബുക്കിംഗ് പിന്താങ്ങിൽ വന്ന് ഞങ്ങൾ ഒരുപാട് ഫുഡുകളും അതുപോലെ തന്നെ പവലിയൻ മാളും അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ കണ്ടും രുചിച്ചും അറിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. 10 മണി വരെ നമ്മുടെ മെട്രോ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഗ്രാബ് വിളിച്ചിട്ട് റൂമിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലാൻഡ് മാർക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് വിളിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫുൾ സിറ്റി കറങ്ങണം. നമ്മളിപ്പോൾ ചൈനീസ് ടെമ്പിളിലേക്ക് വന്നിരിക്കുകയാണ്. ചൈനീസ് ടെമ്പിൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ബുദ്ധൻ്റെ പ്രതിഷ്ഠയാണ്. ഇവിടെ ഒരുപാട് ഭക്തர்கள் അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. ഇതൊക്കെ സംബന്ധിച്ച് നമ്മൾ ഈ കയ്യിലുള്ള കമ്പെല്ലാം പൊക്കി താഴ്ത്തണം. ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് പൊന്തി നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള നമ്പർ എടുത്തിട്ട് ഈ ചുറ്റിലും കണ്ട വലിപ്പില്ലാത്ത ആ നമ്പർ ഇത് വലിപ്പുണ്ടോ അത് വലിച്ചിട്ട് അതിൻ്റെ പേപ്പർ ഉണ്ടോ ആ പേപ്പറിനകത്ത് നമ്മൾ ഫ്യൂച്ചർ ഉണ്ടാവുന്നതാണ് പറയുന്നത്. 2 കമ്പൊക്കെ പൊന്തി നിൽക്കുകയാണെങ്കിൽ വീണ്ടും അത് പൊക്കിയിട്ട് കിട്ടണം. എന്നിട്ട് 1 മാത്രം ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. ഇത് ഇവിടുത്തെ ബാത്റൂമാണ്. എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വേറെ തരം സെറ്റപ്പാണ്. നമ്മൾ യൂറിൻ പാസിന് ചെയ്യുന്ന ഇടം തന്നെയാണ്. പക്ഷേ ഇത് കണ്ടില്ല, നമ്മൾ ഇതൊരു എന്താ പറയുക, ഒരു വാട്ടർഫോൾ പോലെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടാണ്. 70ാമത്തെ രാജാവിൻ്റെ കൊട്ടാരം കാണാനാണ് പോകുന്നത്. നമുക്കിതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല, പക്ഷേ പുറത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ കുതിരയുടെ പുറത്തിരിക്കുന്ന ഗാർഡിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അതൊക്കെ ഇവിടെയാണ്. നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം പാർക്കിങ്ങിൽ നിന്ന് നമുക്കൊരു പ്രത്യേക വഴിയുണ്ട് അവിടേക്ക് പോകാനായിട്ട്. ആ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പ് കാണുന്നതാണ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രി. അപ്പം അത് കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് രാജാവിൻ്റെ കൊട്ടാരം. അവിടെ ആ രാജാവിൻ്റെ കൊടി പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇങ്ങനെ ഇത് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള അനുമതിയില്ല. നിങ്ങൾ ഈ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പാം ട്രീസ് ആണ്. ഒരുപാട് പാം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കൺട്രിയും കൂടിയാണ് മലേഷ്യ. അപ്പം ഇവരിവിടെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഓരോ വർഷവും ഒരുപാട് മരങ്ങൾ ഈ ഇവിടുത്തെ ഗവൺമെൻറ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്.
രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ഒരു നാഷണൽ മോണുമെൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം 3 യുദ്ധങ്ങൾ നേരിട്ടിട്ടുള്ള രാജ്യമാണ് മലേഷ്യ. അതിൽ 2 വേൾഡ് വാറും പിന്നൊന്ന് ജപ്പാനായിട്ടുള്ള ഒരു യുദ്ധം. അപ്പോൾ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും അതിൻ്റെയൊക്കെ ഓർമ്മകളും സൂക്ഷിക്കുന്ന മോണുമെൻ്റാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ മലേഷ്യയുടെ ചിഹ്നമാണ്, നാഷണൽ ചിഹ്നമാണ്. ഇതിനകത്ത് ഇത് 2 മലായി ടൈഗേഴ്സ് ആണ്. അതാണ് ഇവരുടെ നാഷണൽ ആനിമല്. അതുപോലെ തന്നെ ഇത് ഇവരുടെ നാഷണൽ ഫ്ലവർ ആണ്, ചെമ്പരത്തി. ഹെർബക്കസ് എന്ന് പറയും, ചെമ്പരത്തിയാണത്. അതുപോലെ ഇവിടെ 14 സ്റ്റേറ്റ് ആണുള്ളത്. 14 സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അവിടുത്തെ സുൽത്താന്മാരെ റെപ്രസെന്റ് ചെയ്യുന്ന ചിഹ്നങ്ങളാണ് ഇതുള്ളത്. 9 സ്റ്റേറ്റ് ഭരിക്കുന്നത് സുൽത്താന്മാരും 5 സ്റ്റേറ്റ് ഭരിക്കുന്നത് 9 ഇവിടുത്തെ സുൽത്താന്മാരാണ് ഭരിക്കുന്നത്. അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ചിഹ്നമാണത്. പിന്നെ 5 സ്റ്റേറ്റ് ഭരിക്കുന്നത് ഗവർണേഴ്സ് ആണ്. 1 2 3 4 5 അല്ല, തെറ്റാണ്. 1 2 3 4 ഈ 4 ഉള്ളൂ. കാരണം ഇത് കുറച്ച് മുന്നേ ഉള്ള ഇതാണ്. 5ാമത്തത് സിറ്റി വന്നത് പുതിയതാണ്. അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ 1 2 3 4 ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് അങ്ങനെയാണ് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർസകുത്തു ബർത്തമ്പത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യുണൈറ്റഡ് ആണ്, ഒറ്റ ആൾക്കാരാണെന്നുള്ളതിന്റെ ഒരു ചിഹ്നമാണ്. ഇത് സുൽത്താന്റെ ചിഹ്നമാണ്. അതായത് ഒരു മുസ്ലിം രാജ്യം അതിനോടുള്ള കണ്ടക്കല്. അതുപോലെ തന്നെ ഇത് സുൽത്താന്റെ റോയൽറ്റി കാണിക്കുന്നതുമാണത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയുന്നില്ലെങ്കിലും ഇവിടെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. 2 ദിവസം മുന്നേ ഇവിടെ സ്ലൈറ്റ് ആയിട്ടൊരു മഴ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പ് കാണുന്നതാണ് നമ്മുടെ നാഷണൽ മോണുമെൻറ്റ്. ഇത് ഒരുപാട് പട്ടാളക്കാരും മരിച്ചു കിടക്കുന്നവരുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്മാരകശിലയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം, ഒരുപാട് ആൾക്കാർ വെടികൊണ്ട് കിടക്കുന്നത് പോലെയുള്ള ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതൊരു ഓർമ്മയ്ക്കായിട്ട് വെക്കുന്നതാണ് ഇവരിവിടെ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, നല്ലൊരു പീസ്ഫുള്ളായിട്ട് സ്ഥലമാണ്. പക്ഷെ നല്ല ചൂടുമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം ബ്രിട്ടീഷുകാരുടെ കൂടെയല്ലേ? പിന്നെ ഇവിടെ യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. ആണോ? നടന്നിട്ടില്ലേ എന്ന് ചോദിക്കുക. എവിടെ പാർക്കില്? നാഷണൽ മോണുമെന്റ് ഓഫ് മലേഷ്യ. നാഷണൽ മോണുമെന്റ് ഓഫ് മലേഷ്യ. നാഷണൽ മോസ്ക്. നാഷണൽ മോസ്ക്
ഇത് മലേഷ്യയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ആണ്. ഇവിടെ വെച്ചിട്ടാണ് ഇവരുടെ ഇൻഡിപെൻഡൻസ് പരേഡ് കാര്യങ്ങളെല്ലാം നടക്കുക. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അപ്പം ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് ഇവർ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്ന സമയത്ത് മാർച്ചും കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ, അതേപോലുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കൂടെ നടക്കാറുണ്ട്. ആ സമയത്ത് കൂടെ ഒരുപാട് തിരക്കായിരിക്കും, ഒരുപാട് ആൾക്കാർ വരുന്ന സമയമാണ്. നമ്മളിനി കയറുന്നത് KL ടവറിലേക്കാണ്. അവിടേക്ക് നമ്മുടെ ടൂർ പാക്കേജിൻ്റെ കൂടെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് അവർ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എക്സ്ട്രാ നമ്മൾ എടുക്കണം. അപ്പോൾ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി ടൂർ ബസ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റി മൊത്തം ഒരു ദിവസം കറങ്ങാം. എസ്പെഷ്യലി നൈറ്റ് പോകുന്ന കുറച്ചുകൂടി ഭംഗിയായിരിക്കും. കാരണം അപ്പോഴാണ് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള വിഷ്വൽസ് കാണാൻ പറ്റുക. KL ടവറിൻ്റെ നൈറ്റ് വിഷ്വൽ. ടിക്കറ്റ് എടുത്ത് കയറി, ടിക്കറ്റിനടുത്ത് കയറിയ ശേഷം നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. തിരക്കാണത്. മറ്റേത് അതിൻ്റെ മുകളിൽ പോകുന്നു. ആണോ? എത്രയാ? ഓക്കെ. മരടക്ക ഓവർ സിറ്റി, മലേഷ്യ സിറ്റി. ഹോൾ സിറ്റിയാണ് ഈ കാണുന്നത്. എന്താ വണ്ടിയൊക്കെ പോകുന്നത്. സാധനത്തിൽ കാണിച്ചത് നമ്മൾ ഫോട്ടോ എടുത്ത്. നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തത് ഇവിടുന്നാണ്. ഇൻസ്റ്റാ ഫിലിം പറഞ്ഞിട്ട്. ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഫോട്ടോ ഞങ്ങൾ എടുത്തു. 20 റിംഗറ്റ്സ് ആണ്. പിന്നെ അവിടെ ചായ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെ നോക്കണം പറ്റും. സോനിയർ കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇന്നലെ നിന്നിരുന്ന പൂളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റാണിത്. നല്ല ഹോട്ടൽ, അവിടുത്തെ പൂള് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയിട്ട് കാണുന്നത് കാണുന്ന നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ. ഓരോ മലനിരകളൊക്കെ കാണാം. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടൊരു ഇതാണ്, അത് മുഗൾ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത സാധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. KL ടവറിന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചോക്ലേറ്റുകളുടെ ഓരോ നമ്മൾ കാണുന്ന മിഠായികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണിത്. ഇത് ജസ്റ്റ് ഇവിടെ നമുക്ക് ഓരോ ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിന് ശേഷം നമ്മൾ നേരെ പോയത് KL അക്വേറിയയിലേക്കാണ്. അത് കുറച്ച് ലെങ്തിയുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റിയൊരു സംഭവമാണ്. ടൂർ ഗൈഡ് അതാണ്. അയ്യോ മിമി പിരാന. ഓ ഇതാണ് പിരാന. അതെ, ഇതാണ് പിരാന മീൻ.
ഇതിന്റെ മുമ്പിലൊക്കെ പെട്ടാ കഴിഞ്ഞ്. അത് തിന്നിട്ട് തന്നെ ബാക്കിക്കും. ഒരാളുടെ അസ്ഥി കൂടെ അതിന്റെ ഇടയിലുണ്ട് കേട്ടോ. ഇത് വറുത്താട്ട, ഇത് വറുത്ത. അവര് വരുമ്പോൾ ഇവിടെ കൊണ്ടുവരണം. ഇത് സക്കരക്കാറ്റ് വലുത്. പൊളിയില്ലേ? ഓ ഇതൊരു എന്താ പറയാ, അത് തെരണ്ടി പോലത്തെ സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ ആ വലിയ ലോബ്സ്റ്റർ. വേറെ കുട്ടി മീനുണ്ട്. എനിക്ക് പക്ഷെ ഒരു കരിനീലമ്മ വെള്ളം നോക്ക്. അതുപോലത്തെ ഇതാണ് നിമോന്റെ. അവിടെ പേരുണ്ടാവല്ലോ. സ്റ്റാർ ഫിഷ് അവിടെ ഉണ്ട് തരണ്ടി. ശരിക്കും ഒറിജിനലാ? അത് ഒറിജിനലാ? അപ്പത്തതാ സ്റ്റാർ ഫിഷ്. ഇത് ടച്ച് ചെയ്യാൻ വേണ്ടിട്ടാണോ ഇവറ്റങ്ങനെ വെച്ചിരിക്കുന്നത്? അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. സ്രാവല്ലേ ഇത്? പേര് തരണ്ടി. ആ സ്രാവ് തന്നെയാണത്. മങ്കൂസ് അല്ലേ ഇത്? ലയൺ കിങ്ങിന് കുഞ്ഞു മീനുകളുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഇതാണ്. മറ്റേ上面那个鱼，下面就是虾。哎，你拍张照片放那，你看是不是虾？ചെറിയ മീനുകളുണ്ട്. ഓ ഏഞ്ചൽ ഫിഷ്. എന്തൊക്കെയോ ചെറിയ ചെറിയ പരൽ മീൻ പോലത്തെ മീൻ. ആ ഇതിൻ്റെ ഉള്ളിൽ ചിലന്തിയാണ്. അതാ മറ്റേ ലെസ്ലിയ, എൻ്റെ ശത്രു. ഏറ്റവും വിഷമുള്ളത് കണ്ടോ? ഇത് കേട്ടോ, ഏറ്റവും വിഷമുള്ളത് ലോകത്ത്. ഏറ്റവും വിഷമുള്ള തവളയാണ്. തവള ഉറങ്ങുന്ന ഒരു തവള ഇതിനകത്ത് ഇരിക്കുന്നതാ. കാണുന്ന വെള്ള കളർ തവളയാണ്. ഇതാണ് സാധനം. ഇതിനകത്ത് എന്താ തവള ഇതിൻ്റെ ഉള്ളിൽ എന്താ? തേള എവിടെ? എവിടെയോ തേളുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞവണിയുടെ ഉള്ളിലുള്ള എന്തോന്നോ ഇല്ലോ കൊച്ചു പോലത്തെ സാധനം. ആ അതാ മുകളിലതാ മൂന്ന് വച്ച. ആ
ഇതിന്റെ പേര് സെൻട്രൽ എന്നാണ് ഇതിന്റെ പേര്. സെൻട്രൽ ബിയോർഡ് ആളവിടെ അവളെ കാണാനില്ലല്ലോ. അവളെ രക്ഷപ്പെട്ട മൂലയിലുണ്ട്. മൂലയിൽ ഉച്ചക്കത് എന്റെ മൂലയിൽ അവിടെ ഉണ്ട്. നമ്മള് കാണാനായിരിക്കും. എന്താ നീർനായാണ് കഥ. കടിക്കും. അതാ പെണ്ണ് കാണുന്നല്ലോ അല്ലേ, ചുവപ്പ് കണ്ണില്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാ. You see? Up there. Oh, okay. ഒളിച്ചിരിക്കാതാ മോളുണ്ട് അവിടെ. പുറം കണ്ടില്ലേ എൻ്റെ? അയ്യോ ഇതാണ് മലയാളം. എവിടെ ഉണ്ട് അവിടെ കണ്ടോ വെള്ളം വെള്ളം പോലെ തോന്നുന്നു. ഇവിടെയൊക്കെ നോക്കാം. പക്ഷെ അതിന് ഇങ്ങോട്ടേക്ക് വരാൻ സ്ഥലം കാണുന്നില്ലല്ലോ. സ്ഥലമുണ്ട്. എടാ എന്നെ നിമോ ഇങ്ങനെയൊക്കെയുള്ള ജീവികൾ വേണം. ഈ അതെ ഇതിനെ കെട്ടുകാരിയിലൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് കാൽമീറോ പേടിച്ച് ഞാൻ പിടിച്ച് കാലം പിടിച്ച് നീ അല്ല നീ ഇത് ശ്രദ്ധിച്ചോ, ഇതിനൊക്കെ ജീവനുണ്ടോ അല്ലേ? വീട്ടിലേക്ക് വന്നെ സ്ഥലത്ത് വേറെ മീൻ നടക്കത്തില്ല. അയ്യോ ലൈൻ ഫിഷ് ചെറുതാണ്.
ഒരു തരം റെഡ് റൂസ്റ്റർ ഓ ഇതാ മണ്ണിലും പാമ്പാണ് കളിപ്പാമ്പ്. അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കളിപ്പാമ്പ്. അതിന്റെ പേര് അവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇടുന്നതിന് മുമ്പ് ഇത് ഏതൊക്കെ ഇതിനൊക്കെ ഇടണം എന്നുള്ളത് നോക്കണ്ട അവര്. അതിൻ്റെ തിരിച്ച് ചെമ്മീൻ സാധനം ഇവിടെ എന്താ അത്? ആ പക്ഷെ ചെമ്മീനൊക്കെ ആണെന്നില്ല ഇതിൻ്റെ അകത്ത്. ആ ഒരു ചെമ്മീൻ അതാ. ആ അതാ ഒരു ചെമ്മീൻ അതാ. ഇതാണ് ഈ സാധനം ട്രാപ്പാണ്. അയ്യോ പേര് അവിടെ ഉണ്ടോ? പേര് എന്താ? സോഡ അല്ല, സോഫ്റ്റ് ബട്ട് ഡെഡ്ലി. നിമോസ് വേറൊക്കെ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മീനൊക്കെ ഉണ്ട്, ചെറിയ മീനും ഉണ്ട്. ഏത് വലിയ മീനെന്തോ ഉണ്ട്? ഇതാ വലിയൊരു മീനുണ്ട്. ഇതല്ലാണ്ട് വലിയൊരു മീനുണ്ട്. ആ അതാ അല്ലല്ല അത് വേറെ. രണ്ട് സ്റ്റെപ്പ് അടുപ്പിച്ച് നോക്ക്. വലിയ മീനാണ്. അലിഗേറ്റർ ഇതാ. മീന് വാങ്ങണ്ട. അവിടെ ഒരു സാധനം കിടക്കുന്നില്ല. ഇതാ ഞാൻ കാണുന്നുണ്ടോ അറിയില്ല. ഇതൊരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വലിപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെ മനസ്സിലാവുന്നതെന്ന് അറിയില്ല. എന്നാലും നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെയൊക്കെ വലിപ്പേ ക്യാമറയെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. അറിയാം വേറെ വെറൈറ്റി ഫിഷാണത്. എന്താണെന്ന് മനസ്സിലായില്ല. ഇത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാൻ തോന്നും. ഇതിനകത്ത് ഒരാൾ ഇരിക്കേണ്ടതാ. ലോബ്സ്റ്റർ.
എന്താ ഇത് ഒരു ഇത് കാണിക്കണ്ടേ? ഇതൊക്കെ തൊടാനായിട്ട് വരുന്ന നോക്കിയോണ്ടിയേ കണക്കുള്ള തോന്നുന്നു. എൻ്റെ അടുത്ത് ഇപ്പൊ എന്റെ മോൾ കൂടെ വന്നിങ്ങനെ പോയി. മീനുകൾക്ക് സ്ഥിരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥിരം വരും. കണ്ടാ 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 നാട്ട് നോക്ക്. അച്ചടോ നല്ല ഇണക്കുണ്ട്. പക്ഷെ ഇവര് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴേ ഫുഡ് എടുത്ത് നല്ല ഇണക്കാവുന്നത്. ഇതൊക്കെ കണ്ടാ ഇവരൊക്കെ മുമ്പ് വന്നിക്കുന്നതേ ഈ ഞാൻ ഈലാണ് ജിംനോത്രാക്സ് ഫാഗിനസ് അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. ഇതാണ് സാധനം, ഈ നിൽക്കുന്ന സാധനം. ഒത്തരടുത്തൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ കാണാന്ന് പറഞ്ഞാൽ വലിയ കാര്യം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതിന്റെ ഇത് ശ്വാസം വിടാൻ തോന്നുന്നല്ലേ? അതവിടെയാ പോകുന്നു. അത് പോകുന്നുണ്ടല്ലേ? ഓ അതാ ഈ നേരത്തെ കണ്ട മീനതാ. അയ്യോ ഇത് ഗംഭീരല്ലേ? വെള്ളത്തിൽ സാധിച്ചു. ബിഗ് ഷാർക്ക്. പല്ല അടച്ചു വെക്കാൻ പറ. ഷാർക്ക് നമ്മള് എടുത്ത് കൂടെ ഷാർക്ക് പോകുന്നു. ലെസ്ലി നീ എവിടെയാ ഷാർക്കിന്റെ അടുത്ത? തലേനെ മുളക്കൂടിയാ കേസിന് പോകുന്നത്. ഷാർക്ക്. അയ്യോ ഇതെന്താ ശ്രാവണേക്കാട്ട് വലുപ്പത്തിനുണ്ടല്ലോ. എന്ത് മീനത്? ഫോട്ടോ ഇതിന്റെയാ? അയ്യോ ശ്രാവൺ ഓ അമ്മയെ തരണ്ടി തരണ്ടി. തരണ്ടി നിന്റെ അടുത്ത്, തരണ്ടി നിന്റെ അടുത്ത്, തരണ്ടി നിന്റെ അടുത്ത്. കഴിക്കാനുള്ള തരണ്ടിയാണ്. ഒയ്യോ ഷാർക്ക്. സ്രാവ് ஆமா 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 നിന്റെ തലയുടെ മുകളിൽ കൂടെ ഇനിയുണ്ടല്ലേ? തരണ്ടി തരണ്ടി. രണ്ട് തരണ്ടികൾ. തരണ്ടി വീണ്ടും. അതൊരു തരണ്ടിയാ. മണ്ണിൽ പൂണ്ടിരിക്കാൻ
അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമല്ലോ. അവരുടെ ഭക്ഷണമൊക്കെ കൂടിയൊക്കെ ആയിരിക്കും. വലിയ തരേണ്ടത് അത് എവിടെ കരടിയുടെ വാല് എവിടെ കുത്തിറക്കുന്ന പറയാ. അതിന്റെ മോള് മൊത്തം എന്താണ് വിഷ, അതിനോട് അടിക്കുക ചെയ്ത്. കുത്തല്ല, അത് ഈ കുഞ്ഞൊരു തരണ്ടി കുട്ടിത്തരണ്ടികളൊക്കെ ഉണ്ട്, കുട്ടിത്തരണ്ടികൾ. വവ്വാല് പോലെ. Hello and welcome to our underwater tunnel that is also known as the Middle Ocean Area. Please be reminded that flash or capturing devices are not allowed inside the tunnel. Strollers and wheelchairs will go through the left side of the tunnel. The rest will stand on the water on the right side. അതിന്റെ വായല്ലേ. On the water or anywhere inside of the tunnel area. Please wear your masks at all times for your own safety. Proceed to the next area if your area is crowded. Please do not knock on the path. തരണ്ടികൾ Please take care of your personal belongings and never leave it inside of the tunnel space. Do not eat or drink during your time inside the tunnel. വലിയ തരണ്ടിയതാ, വലിയ തരണ്ടി. Your family. Your partners will be at all times. Kindly reach out to any of our staff nearby if you need assistance. ആ വലിയ തരണ്ടിയത്. LCC is a place of visit today. വലുതാ പോകുന്നു, വലുതാ പോകുന്നു. അമ്മേ അയ്യോ. ഇവിടെ കണ്ടു നോക്ക്, ഇവിടെ സാധനങ്ങൾ കിടക്കണം. സക്രം നല്ല എന്താ സ്രാവ് സാധനം. അവർക്ക് രണ്ടുപേർക്ക് ഒരേ കളർ ഒരേ സ്റ്റൈലാണ്. ഒരച്ചപ്പറ്റ മക്കളായിരിക്കും. വേറെ രണ്ടമ്മമാരായിരിക്കും. കുഞ്ഞു മീനുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കേട്ടോ. കുഞ്ഞു മീനുകളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ? വലിയ ആമ. ഇവന്റെ ഭക്ഷണം എന്തായാലും വേറെ കുഞ്ഞു മീനുകളൊക്കെ ആയിരിക്കും. നോൺ വെജിറ്റേറിയൻ അല്ല. അതെ വരുന്നു. കടലാമയൊക്കെ എങ്ങനെ പോണത് കാണാല്ലേ. എന്താ അല്ലേ.
ഞങ്ങളുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. ഞങ്ങൾ കീ 1009 ഈ കീ ഞങ്ങളിന്ന് കൊടുക്കും. കൊടുത്തതിനെ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്ത് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി പാക്ക് ചെയ്തു. സാധനങ്ങളൊന്നും മറിച്ച് മറന്നിട്ടില്ല, പേഴ്സ് കാര്യങ്ങൾ. പിന്നെ ഈ റൂമിനോട് ഞങ്ങളിന്ന് വിട പറയാണ്. 4 ദിവസത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. എല്ലാം പ്ലാൻ ചെയ്തത് എൻ്റെ വൈഫാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ്. ഐ റിയലി എൻജോയ്ഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നും ഞങ്ങൾക്കൊന്നും മോശമായിട്ട് തോന്നിയിട്ടില്ല. എല്ലാം അടിപൊളിയായിരുന്നു. കുറച്ച് സർവീസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ ഒരു അടിപൊളിയായിരുന്നു. രസം. പിന്നീട് ഇതായിരുന്നു ഞങ്ങളുടെ വാഷ്റൂം. കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാണ്. അവിടെ നിന്ന് ഞങ്ങളന്ന് ഇവിടെ പറയുന്നു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് തന്നെ ഒന്നുകൂടി വരണമെന്നുണ്ട്, ഞങ്ങളുടെ പാരൻസ് ഒക്കെ ആയിട്ട്. അപ്പം അതിനുള്ള അന്ന് ഇതുപോലെ തന്നെ നല്ല റൂം എടുക്കണമെന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ലെസ്ലി? നല്ല എക്സ്പീരിയൻസ്. നമ്മൾ വിചാരിച്ചപ്പോഴത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് എടുത്തു. അതിൽ പിന്നെ ഇതില് ഇവിടുത്തെ മെയിൻ കാരണം നമുക്ക് സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറച്ച് സമയം. ഞങ്ങൾ സെൽഫായിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ പോലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അടുത്തുള്ളൊരു കഫേയിലായിരുന്നു. എന്തായിരുന്നു പേര്? കഫേ ഇൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി നടക്കാവുന്നൊരു ദൂരം ഉണ്ടായിരുന്നു. തൊട്ടതിൻ്റെ രണ്ടാമത്തെ വീട്ടിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇനി ബ്രഞ്ച് ഉണ്ട് ഇവരുടെ വക. അതിന് കൂപ്പൺ കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി കാണാം, വീണ്ടും കാണാം. അങ്ങനെ ഞങ്ങൾ ബൈ പറയാണ് റൂമിനോട്. ബൈ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. സോ യു ആർ ചെക്കിംഗ് ഔട്ട് റൂം. ലൈറ്റ് ഓഫ് ആക്കാം. ഓക്കെ, ലൂബിയിലൂടെ നടന്ന് നീങ്ങുന്ന ഞങ്ങൾ. കൊണ്ടിരിക്കുന്നത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. സെൻട്രൽ മാർക്കറ്റ് ഇതാ, സെൻട്രൽ മാർക്കറ്റിന്റെ കവാടം. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ചൈന മാർക്കറ്റ് വരുന്നത്. ദിസ് ഈസ് സെൻട്രൽ മാർക്കറ്റ്. അപ്പം നമുക്കിവിടെ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഒരു റിങ്കറ്റ് കൊടുത്താലേ പറ്റുള്ളൂ. പക്ഷെ ഇവർ നമുക്കൊരു കൂപ്പൺ തരും. ആ കൂപ്പൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബാത്റൂം യൂസ് ചെയ്യാം. ഇതാണ് സെൻട്രൽ മാർക്കറ്റിന്റെ. ലെസ്ലി മുന്നോട്ട് ഇറക്ക്. സെൻട്രൽ മാർക്കറ്റ് മലേഷ്യ. ഇത് 1888 ഉണ്ടാക്കിയതാണ്. സെൻട്രൽ മാർക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ. അങ്ങനെ ഇതാണ് സെൻട്രൽ മാർക്കറ്റ്. ഡുറിയൻ ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. ആണോ? അല്ല, വാങ്ങാൻ തിന്നല്ല, നമ്മള് കുടിച്ച.
മോണോ റെയിൽ, മെട്രോ റെയിൽ അല്ല. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. മഞ്ഞ, പച്ച, ചുവപ്പ്, നീല ഒക്കെ കളറിൽ LRT, MRT, മോണോ റെയിൽ. ഇതാണ് സാധാ കഫേ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് മാംഗോ കഫേ ആണ്. നമ്മളിവിടെ നിന്നാണ് ഇന്ന് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു സാധനം കഴിച്ചു. പുട്ട് എന്നാണ് പേര്. പുട്ട് നമ്മളെ സാധാരണ പുട്ട് തന്നെ, പക്ഷെ മധുരമാണ്. ചെറിയത്, വളരെ ചെറുത്. അതിൻ്റെ വീഡിയോ എടുക്കും. ഇതാണ് നമ്മൾ ചൈന ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തോരണങ്ങൾ ഇപ്പം തന്നെ കാണാം നിങ്ങൾക്ക്. ഇട്ടത് ഫ്ലവർ മാർക്കറ്റ്, പിങ്ക് ഹൗ. Trying at the same shit. Kinda tired, tryna give a fuck. Saving grace has never hit the same in. I've been running out of luck, yeah. Said I've been running out of luck, yeah. Said I've been running out of luck, yeah. Said I've been running out of luck, yeah, 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 yeah. അതാണെന്നൊന്നുമില്ല ചൈന ടൗണിൽ എൻട്രി. Kinda tired, trying at the same shit. Kinda tired, tryna give a fuck. Saving grace has never hit the same in. I've been running out of luck, yeah. Said I've been running out of luck, yeah. Said I've been running out of luck, yeah. Said I've been running out of luck, yeah, 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 yeah. ഇവിടുത്തെ ഒരു മാരിയമ്മൻ കോവിലാണ്. നിങ്ങൾ ഈ ഇത് കണ്ടോ? ഇത് ഇവിടുത്തെ ഒരു വലിയൊരു സംഭവമാണ്. മെരഡക്ക് എന്ന് പറയും. അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഒരു കൈ നിങ്ങൾ പോയത് കണ്ടില്ലേ? അത് ഇവിടുത്തെ ഫാദർ ഓഫ് ദ നേഷൻ പുള്ളി ഇതുപോലെ നിന്നിട്ടുണ്ടായിരുന്നു കൈ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടാണ് അതിനെ അങ്ങനെ തന്നെ വെച്ചത്. മാരിയമ്മൻ ടെമ്പിൾ. ആണ് ഇവിടുത്തെ മാരിയമ്മൻ ടെമ്പിളാണിത്. നമ്മളെ തമിഴ്നാട്ടിലുള്ള മധുര മീനാക്ഷി ടെമ്പിൾ പോലെ. അങ്ങനെ ഞങ്ങളുടെ 4 ദിവസത്തെ മലേഷ്യൻ ടൂറിൻ്റെ അവസാനത്തെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളിനി അവസാനമായിട്ട് കാണാൻ പോകുന്ന സ്പോട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ എയർപോർട്ടിലേക്കാക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ഇതുവരെ അധികം സിറ്റിയുടെ ഒന്നും വിഷ്വൽസ് അധികം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അതൊക്കെ ആഡ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് കാണണമല്ലോ നമ്മൾ ആ സിറ്റിയുടെ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഭയങ്കര വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള സിറ്റിയാണ്. വളരെ ക്ലീനായിട്ട്, അതും അവരവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് അത് ഇവരുടെ ഒരു കൾച്ചറാണ്. ഓരോ വർഷവും ഒരുപാട് മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിക്കണമെന്ന് ഗവൺമെൻറ് റൂളുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കൺട്രിയാണ്. പക്ഷേ വൃത്തിയില്ലാത്ത 1-2 സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, നമ്മൾ ഫുഡ് സ്ട്രീറ്റ് പോയ സമയത്ത് അവിടെ വേസ്റ്റ് എവിടെ ഉണ്ടെന്നുണ്ടായിരുന്ന ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസ്പോസിബിൾ പ്ലേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ നാഷണൽ മോസ്കിലേക്കാണ്. അതായത് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്, ഈ ടൂറിലെ ലാസ്റ്റ് സ്പോട്ട്. ഇത്
വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നാഷണൽ മോസ്കാണ്. ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരികയും ചെയ്യും. ഇതൊരു സെയിം ടൈം ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ്. കാരണം ഇത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട്. അറിയാമല്ലോ മലേഷ്യ ഒരു മുസ്ലിം കൺട്രിയാണെന്നുള്ള അറിയാമല്ലോ. നമുക്ക് പക്ഷേ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട്, അതായത് നിക്കർ അങ്ങനെയുള്ള സംഭവം ഇട്ടിട്ട് കയറാൻ പറ്റില്ല. ഇവിടേക്ക് പ്രത്യേക ഡ്രസ്സ് ഇടണം. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കയറുന്നത്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പാടുള്ളൂ. കാരണം ഇതൊരു മതപരമായിട്ടുള്ളൊരു സ്ഥാപനമായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇതായതുകൊണ്ട്, പ്രസ്ഥാനമായതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകുമ്പം അതിൻ്റേതായ അച്ചടക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. ചെറിയ ഈ എന്താ പറയുക 3/4 ഇട്ടിട്ടോ, അല്ലെങ്കിൽ അത് ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ ആരാണെങ്കിലും അങ്ങനെ പോകാൻ വേണ്ടി പാടില്ല. ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോകാൻ പാടുള്ളൂ. അത് നമ്മൾ പാൻറ്റും ഷർട്ടും ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയറാം. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരുപാട് ആണുങ്ങളൊക്കെ ഒരുപാട് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നത് കാണാം. പക്ഷേ സ്ത്രീകൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കയറണം. ഇങ്ങനെ 3/4 ഇട്ടിട്ട് കയറാൻ പാടില്ല. ഇനിയിപ്പോൾ ആണുങ്ങൾ തന്നെ, അതായത് ജെൻസ് തന്നെ നമ്മൾ 3/4 വന്നതെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടേ കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഉള്ളിലോട്ടൊക്കെ പ്രവേശനമുണ്ട്. അപ്പം നമ്മളവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മോസ്കിൻ്റെ ഉൾവശമായിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല. പിന്നെ അവിടെ തന്നെ ഒരുപാട് ഉള്ളിൽ തന്നെ ഒന്ന് രണ്ട് ഈ പോലെ പോർട്രേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മാൻമെയ്ഡ് റിവറാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഡൂറിയൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലെസ്ലി? നല്ല രസമുണ്ട്, അടിപൊളി. ഇതാണ് മുസാൻ കിങ് ബ്ലാക്ക് തോം ഡൂറിയൻ പ്രീമിയം ഡൂറിയൻ സീരീസ് ബൈ ഡിയർ സൂയ്. അങ്ങനെ നമ്മുടെ 4 ദിവസത്തെ ടൂർ ഇവിടെ പരിവസിക്കുകയാണ്, പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മുടെ കൈരളി ട്രെയിൽസ് എന്ന് പറഞ്ഞ ടൂർ കമ്പനിയുടെ കൂടെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ വൈഫും. പെർ ഹെഡ് 35,000 റുപ്പീസ് വരുന്നത്. പോരാത്തതിന് ഞങ്ങൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതിനെക്കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേർക്കും ഉള്ള ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറച്ച് കൂടി കൂടുതൽ ക്യാഷ് കയ്യിൽ വെച്ചിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് ഒരുപാട് സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ബീഫ് എന്താ പറയുക ഷവർമ ഉണ്ടായിരുന്നു. ആ ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ല അവിടെ, കുറച്ചുകൂടി ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിഭവമായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ്. അത് പറയാൻ കാരണം നമുക്ക് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും, പക്ഷേ ഇവിടെ കിട്ടുന്നതിനെക്കാട്ടും കുറച്ചുകൂടി തടിച്ചിട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടാണ് അവിടെ കിട്ടുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു സോസ് തന്നതാണെങ്കിലും ശരി, അതും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമായി. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് ഞങ്ങൾക്ക് 2 ഇതുണ്ടായിരുന്നു. ഒന്ന് ഞങ്ങൾ വാക്കി സ്ട്രീറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന മാംഗോ സ്റ്റിക്കി റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പക്ഷേ അതേ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ ജെന്നി ഹൈലൻഡ്സിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര പോരായിരുന്നു, മാങ്ങ അത്ര പുളിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എവിടുന്ന് വാങ്ങുന്നോ അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു രീതി. പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്നത് നിങ്ങളിപ്പം ഒറ്റയ്ക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനൽ 1 ആണോ 2 ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 2ലേക്ക് 2 കിലോമീറ്ററിനുള്ളിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നടന്നൊക്കെ പോകാനാണെങ്കിൽ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. അത് രണ്ടും സെപ്പറേറ്റ് പ്ലേസിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടെർമിനൽ 2ലായിരുന്നു, പക്ഷേ ചില ആളുകൾ ഞങ്ങളെ കൂടെ വന്നത് ടെർമിനൽ 1-ലുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ടെർമിനൽ 1-ലുള്ളവരെ ഇറക്കിയിട്ടാണ് ടെർമിനൽ 2ലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വഴിയിലൊക്കെ നിങ്ങളിപ്പം വരുമ്പോൾ കണ്ടിരിക്കുന്നതൊക്കെ കുറേയൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ കുറേ വില്ലാസ് ഉണ്ട്, ഒരുപാട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന വില്ലകളുണ്ട്. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല ഭംഗിയിലാണ് ഈ ഒരു സിറ്റി ഒരു കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര എപ്പോഴും ആ സിറ്റി ലൈഫ് തന്നെ എപ്പോഴും ഒരു അത്ഭുതപ്പെടുത്തുന്ന സംഭവം തന്നെയാണ്. എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്, എനിക്കും എൻ്റെ വൈഫിനും 2 പേർക്കും.
ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. കൈരളി ട്രെയിൽസാണ് ഞങ്ങൾക്ക് എന്താ പറയുക ഈ ടൂർ പാക്കേജ് തന്നിരിക്കുന്നത്. നല്ല സർവീസാണ് അവരത്. ഞങ്ങൾക്ക് തുടക്കത്തിൽ 1-2 ഇതുണ്ടായിരുന്നു. കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർ ആദ്യം നമ്മൾ ബുക്ക് ചെയ്തത് ഒരാളുടെ അടുത്തായിരുന്നു, പിന്നീട് വേറൊരാളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് വേറൊരാളായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള അല്ല, പക്ഷേ എന്നാലും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, അതിൻ്റെ അകത്ത് ചില ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയാം. എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്തോ അവരുടെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞങ്ങൾക്ക് ഒരു കുറ്റവും കുറവൊന്നും പറയാനില്ല. എല്ലാം ഇപ്പോൾ ഹോട്ടലായിക്കോട്ടെ, ഞങ്ങൾ ദി ഫേസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വളരെ നല്ല ഹോട്ടലായിരുന്നു, നല്ല സർവീസായിരുന്നു. അപ്പോൾ അതിലൊന്നും ഒരു കുറ്റവും പറയാനില്ല. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കൈരളി ട്രെയിൽസ് അവരുടെ നമ്പറും കാര്യങ്ങളും ഞാനിവിടെ താഴത്ത് കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്, അതിൽ ഒരുപാട് ആൾക്കാർ പോകുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ തന്നെ ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തത്. കാരണം ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറയുന്നത്, ഏതൊരു ടൂർ പാക്കേജ് പോയാലും ഭയങ്കര എന്താ പറയുക കൺജസ്റ്റഡ് ആയിരിക്കും. അവർ എല്ലാ ടൈമും രാവിലെ പോയിട്ടുണ്ടെങ്കിൽ രാത്രി വരെ അവർക്ക് പ്രോഗ്രാം ഫീൽഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഒരു 5 മണി വരെ പ്രോഗ്രാം കഴിഞ്ഞാൽ 5 മണി തൊട്ട് നമുക്ക് ഫ്രീ ആണ്, നമ്മളെ റൂമിലാക്കി തരും. അപ്പം നമുക്ക് സ്വയം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സമയം കൂടെ അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് ഈ ഒരു ടൂർ ഭയങ്കര ഇതായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൂറിൻ്റെ കൂടെ പോകുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. കാരണം അവർ 9 മണിക്ക് പോയിട്ടുണ്ട്, അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും നടന്ന് ക്ഷീണമായി എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടാവുക. പക്ഷേ നമുക്കും കൂടി കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതുണ്ടായിരുന്നെങ്കിൽ ഇവരോട് കോൺടാക്ട് ചെയ്താൽ മതി, അതിനുള്ള സമയം ഇവർ തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവരുടെ കൂടെ അല്ലാതെ. നമ്മൾ ഇവിടുത്തെ ട്രെയിനിൽ പോയിട്ടുണ്ട്, ബസ്സിൽ പോയിട്ടുണ്ട്, നമ്മൾ ഗ്രാബ് വിളിച്ചു. അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് നമ്മൾ തന്നെ കുറേ ഫുഡുകൾ വാങ്ങി കഴിച്ചു. ഇവിടെ ഒരു കാൽസ്യം C2 എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് കിട്ടാനുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് നല്ലൊരു എന്താ പറയുക, കാൽസ്യമൊക്കെ ഉള്ളൊരു അത്യാവശ്യം നല്ലൊരു കൂൾ ഡ്രിങ്കാണ്. അത് നല്ല രസമായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ അഡിക്റ്റ് ആയി പോയിട്ടുള്ള സംഭവം അതാണ്. അപ്പം നമുക്ക് നമ്മുടെ കോലാലംപൂർ സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 1 hourൻ്റെ അടുത്ത് ജേണി ഉണ്ട്. നമ്മൾ വന്ന സമയത്തും അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് അവർ തന്നെ നമ്മളെ കൊണ്ടാക്കി തരും. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന്. അത് പിന്നെ നമ്മുടെ ബസ്സിലാണെങ്കിലും ഗൈഡുമാരെ കുറിച്ച് പറയുകയാണെങ്കിലും ഇവർ അറിയാലോ, ഇവിടെ തമിഴ് വംശജരുള്ള ആൾക്കാരാണ്. നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഗൈഡുമാരൊക്കെ തമിഴ് വംശജർ തന്നെയായിരുന്നു. പക്ഷേ ദേ ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓൾസോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, തമിഴ് അറിയാത്തവർക്ക് ഇംഗ്ലീഷിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. വളരെ എന്താ പറയുക, വളരെ കറക്റ്റായിട്ട് അവരെല്ലാ സംഭവവും പറഞ്ഞു തരും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൈഡുമാരായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. അതൊക്കെ കുറ്റം പറയാൻ ഒന്നുമില്ല. അപ്പം ഇത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ട്രിപ്പ്. ഞങ്ങൾ തായ്ലാൻഡിലേക്ക് വെച്ചിരുന്ന ട്രിപ്പാണ് മലേഷ്യയിലേക്ക് മാറിയത്. അപ്പം ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, അയ്യോ മലേഷ്യ തായ്ലാൻഡിൽ വെച്ചതായിരുന്നു. പക്ഷേ ഇറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ് ഓഫ്. ഞങ്ങൾക്ക് ഒന്നുകൂടി ഇനിയും പോകണം എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് ഞങ്ങൾ പോയത്. കാരണം ഞങ്ങൾക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളത് ശരിയാണ്. ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞങ്ങൾ ലങ്കാവിയിലൊന്നും പോയിട്ടില്ല. അതൊക്കെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഒരു ദിവസം ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ലങ്കാവിയും കൂടി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പോവുക. ഓഫ് കോഴ്സ് ചിലപ്പം ഞങ്ങൾ ടൂറിന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ. കാരണം അത്രയും നല്ലൊരു ടൂർ പാക്കേജ് ആയിരുന്നു കൈരളി ട്രെയിൽസ്. ഞാൻ അവരുടെ കോൺടാക്റ്റ് നമ്പറും അവരുടെ എന്താ പറയുക FB പേജ് ഉണ്ട്. അതല്ലാതെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്കൊക്കെ ഞാനിവിടെ തരാം, നിങ്ങൾക്ക് ലാസ്റ്റ് തരാം. വേറെ എന്തൊക്കെയാണ് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു ടോക്കൺ നമുക്ക് തരും. അതിന് എക്സ്ട്രാ 3000 rupees നമ്മൾ കൊടുക്കണം. അതായത് ഞങ്ങൾ 2 പേർക്കാണ് 3000 കൊടുത്തത്. അതിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. 3 ദിവസത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും 4ാമത്തെ ദിവസത്തെ ബ്രഞ്ചായിട്ടാണ് തരിക. അതും ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ചല്ല, ബ്രഞ്ചായിട്ടാണ് അവർ തരിക. അതിന് നമ്മളൊരു 3000 രൂപയായിട്ട് എടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് നമ്മൾ സെൽഫായിട്ട് കഴിക്കണം. ഈ 30,000 മാത്രമാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവർ ഇതിൻ്റെ അകത്ത് പറയാതെ പോയിട്ടുണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് എമൗണ്ട് അവിടെ പേ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഹോട്ടലിൽ. അത് തിരിച്ച് കിട്ടുന്ന പൈസയാണ്, പക്ഷേ അത് നമ്മളടുത്ത് അഡ്വാൻസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമുക്കത് അറിയണ്ടായിരുന്നില്ല. അപ്പം നമ്മളത് കരുതി നമ്മളെന്താ പറയുക, നമുക്ക് ഇനി എക്സ്പെൻസിനുള്ള പൈസ മാത്രം വെച്ചാൽ മതിയല്ലോ വിചാരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് അതും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്നെന്ന് വരില്ല. അപ്പോൾ ഞാൻ അത് അഡ്വാൻസ് ആയിട്ട് ഒന്നുകൂടി പറയണം. അവിടെ എല്ലാ ഹോട്ടലും എടുക്കുമ്പോഴും നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവിടെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ 200 റിംഗറ്റായിരുന്നു അവിടെ കൊടുത്തത്. 200
അപ്പം അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത സമയത്ത് തന്നെ അവർ തന്നു. കാരണം അവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ നമ്മൾ വൈറ്റ് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കും. അപ്പം അതിലൊന്നും കറയാക്കാതെ അങ്ങനെയൊക്കെ നിൽക്കണം. അതിലൊന്നും മറ്റേ ഈ എസ്പെഷ്യലി ഡൂറിയൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും റൂമിലോട്ട് പോകാൻ പാടില്ല, അത് അലോ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ പൈസ അവർ തരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധിക്കണം. നമ്മളൊരു വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ നമ്മൾ അതും 3 സ്റ്റാർ 4 സ്റ്റാർ പോലുള്ള ഹോട്ടലുകളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വേറൊരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഞാനും എൻ്റെ വൈഫും രണ്ടുപേരും ഈക്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സാറ്റിസ്ഫൈഡ് ഈ ടൂർ ഗൈഡ്, ഈ ടൂർ പാക്കേജ് ഭയങ്കര സാറ്റിസ്ഫൈഡ്. അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഫ്ലൈറ്റും ഒക്കെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിലെ ഫുഡ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളതിന് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇതായിട്ട്. കാരണം നമ്മൾ ഇവിടുന്ന് നമ്മളൊരു 6 മണി ഒരു 5 മണിക്കൊക്കെ ഞങ്ങൾ ഇവിടെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. 11 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നതാണ് എന്താ പറയുക ടെർമിനൽ 2 KLIA ടെർമിനൽ 2 എന്ന് പറഞ്ഞാൽ അത് അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ എടുത്തിട്ടാണ് എയർപോർട്ടിലെത്തിയത്. 7 മണി 7:30 ആയ സമയത്താണ്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ചധികം ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക ലഗേജിൻ്റെ ആ ഒരു 7 കിലോ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയത്. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തു. ഇനിയും മലേഷ്യ പോകണം, ലങ്കാവി കവർ ചെയ്യണം, തായ്ലാൻഡ് പോകണം. തായ്ലാൻഡ് അടുത്ത ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് സമയം എടുക്കും. എന്നാലും അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഞങ്ങൾ തായ്ലാൻഡ് പോയിട്ട് കഴിഞ്ഞാൽ ഏതൊരു ട്രിപ്പും ഞങ്ങളിനി പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പം അത് ഈ ടൂർ പാക്കേജ് ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുന്നത് എങ്ങനെയാണെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു ആഗ്രഹമുണ്ട്. അതിന് ദൈവം സഹായിച്ച് അത് നടക്കാൻ പറ്റുമെന്ന് അറിയുന്നു. ഞങ്ങൾ ഏകദേശം എയർപോർട്ട് എത്തി. ഇപ്പോൾ ടെർമിനൽ 1 ആണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ടെർമിനൽ 2ലേക്ക് പോകണം. അപ്പോൾ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക്, കോഴിക്കോടേക്ക്. ഇതാണ് ഞങ്ങളുടെ 4-5 ദിവസത്തെ ടൂർ. ഞങ്ങൾ 22-ാം തീയതി പോയിട്ട് 26-ാം തീയതിയാണ് തിരിച്ചെത്തിയത്. 26-ാം തീയതി 26-ാം തീയതി എന്ന് പറയാൻ പറ്റില്ല, 27-നാണ് എത്തിയത്. 26-ാം തീയതി നൈറ്റ് അവിടെ നിന്ന് കയറി 27-ന് നമ്മൾ പുലർച്ചെ ഇവിടെ എത്തും.